രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം 10-ാം തീയതി, അതായത് മറ്റന്നാൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതുവരെ അറസ്റ്റ് പാടില്ല എന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവും വന്നിരിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, എന്താണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ നടന്നത്? നീലിമ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റന്നാൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉത്തരവ് പറയാമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ രണ്ടാമത്തെ അതിജീവിത നൽകിയ പരാതിയും അതുപോലെ തന്നെ മൊഴിയുടെ പകർപ്പും എല്ലാം കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയതാണ്. ശേഷം അത് വിശദമായി പഠിച്ച ശേഷം മറ്റന്നാൾ 10-ാം തീയതിയോടുകൂടി ഇതിൻ്റെ ഒരു തീരുമാനം, ഉത്തരവ് എന്താണെന്നുള്ളത് പറയാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ കേസിലും അതുപോലെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10-ാം തീയതിക്ക് ശേഷമായിരിക്കും അറസ്റ്റോ മറ്റ് നടപടികൾ, ഈ കേസ് വിശദമായി പഠിച്ച ശേഷമായിരിക്കും കോടതി മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് ഈ മണിക്കൂറിൽ അറിയാൻ കഴിയുന്നത്. രണ്ടാമത്തെ അതിജീവിതം നൽകിയ പരാതിയും മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിൽ വിശദമായി പഠിച്ച ശേഷം ഒരു വാദം കേൾക്കാം എന്നുള്ളൊരു നിലയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. എന്തായാലും മറ്റന്നാളോടുകൂടി 10-ാം തീയതിയോടുകൂടി ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ വിശദമായ ഒരു വാദം കേൾക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. അതിനു മുൻപാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഡിസംബർ 10-ാം തീയതി മറ്റന്നാളോടുകൂടി ഇതിൻ്റെ കൃത്യമായ ഒരു വിധി ഒക്കെ തന്നെ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നീലിമ.